പക്ഷേ കേരളത്തിൽ കണ്ണൂർ ഭാഗത്ത് പൊക്കം കുറഞ്ഞവർക്ക് 8 അട്ടി വെച്ച പോലെ എന്നൊരു പ്രയോഗമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വിളിച്ചുകൂടാ എന്ന് പ്രത്യേകം അതിൽ നിർദ്ദേശിച്ചിട്ടില്ല. എങ്കിലും ഭിന്നശേഷിയുടെ രാഷ്ട്രീയവും 8 അട്ടി എന്ന പ്രയോഗത്തിലെ രാഷ്ട്രീയ ശരികേടും അറിഞ്ഞിരിക്കേണ്ട ഒരാളെ ഇത് പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ടോ? അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ. മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു പ്രതിപക്ഷ അംഗത്തിനെതിരെ നടത്തിയ ഈ അവഹേളന പ്രയോഗത്തിന്റെ ദൃശ്യം ഇവിടെ ആവർത്തിക്കുന്നില്ല. കേരളം മുഴുവൻ കണ്ടതാണത്. പക്ഷേ അത് വിവാദമായപ്പോൾ അദ്ദേഹം നടത്തിയ വിശദീകരണം ഒരിക്കൽ കൂടി കാണുന്നതിൽ തെറ്റില്ല. 8 എന്ന് പറയുന്നത് ഒരു നാടൻ പ്രയോഗമാണ്. ഈ 8 അട്ടി വെച്ച് അത്രയും ഞാൻ എന്താ അർത്ഥം? അതൊരു കാറ്റ് വന്നാൽ തന്നെ വീണു പോകും. മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇരിക്കുമ്പോൾ കാണുകയാണ് ഈ ഭാഗത്ത് അവിടെയുള്ള വാച്ചേർപാട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ പോയി ഒരു വനിതാ വാച്ചേർപാടിനെ തള്ളുകയാണ്, ബലമായി തള്ളുക. മറ്റൊന്ന് കാണുന്നത് ഈ വാച്ചേർപാടിനെ ഇങ്ങനെ അമർന്ന് ഇരുന്നു കൊണ്ട് പിടിച്ചു വലിക്കുകയാണ് ഇങ്ങോട്ട്. ആ ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഒരാള് ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണ്. അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതൽ ഊതിയാൽ വീട് പോതിയ ആളാണ്. പക്ഷെ ഇന്നലെ ഞാനത് നമ്മുടെ ഏതൊരു മന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ചിലർ ഇതേപോലെ ആണെന്ന് വിളിച്ച് ചോദിക്കുന്നു കേട്ടു. അല്ല, നിങ്ങൾ നജീബ് കാന്ത പറ്റിയാണോ പറഞ്ഞത്? നജീബ് കാന്ത ഒരു നല്ല ആരോഗ്യമുള്ളയാളല്ലേ? അയാൾ വേറെ കുറഞ്ഞതല്ല, നല്ല ആരോഗ്യമുള്ളയാളല്ലേ? ആരോഗ്യമില്ലാത്ത ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് കാണേണ്ടത്. അതായത് നജീബ് കാന്തപുരത്തെ അല്ല, മറ്റൊരാളെയാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ഒരാളെയും അങ്ങനെ പറയരുത് എന്നാണ് കേരളം താങ്കളെ പഠിപ്പിക്കുന്നത് മുഖ്യമന്ത്രി. ഇന്നയാളെ പറയരുത്, ഇന്നയാളെ പറയാം എന്നല്ല. ഇത് നടന്നതിൻ്റെ തൊട്ടു പിറ്റേന്നാണ് മറ്റൊരു CPM MLA ഭിന്നശേഷിക്കാരെ കൂടുതൽ പച്ചയ്ക്ക് അധിക്ഷേപിക്കുന്നത്. ക്യാപ്റ്റനാണല്ലോ വഴികാട്ടുന്നത്. ചിത്തരഞ്ജൻ നടത്തിയ പ്രയോഗം ആവർത്തിക്കുന്നത് പോലും കുറ്റകരമാകും. അത്രയ്ക്ക് മനുഷ്യത്വഹീനമാണ് ആ പ്രയോഗം. അത് പറഞ്ഞിട്ട് അദ്ദേഹവും സഹപുങ്കവന്മാരും നടത്തിയ വഷളൻ ചിരിയും. 2 കൈകളുമില്ലാതെ ജനിക്കുന്നവരും അപകടം കൊണ്ട് 2 കൈയും ഇല്ലാതെയായവരും മാത്രമല്ല ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരാരും ചിത്തരഞ്ജന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല.